ശ്രീ ബി റജി, ഈ തരൂർ പലപ്പോഴും കോൺഗ്രസിനത്ര രസിക്കാത്ത മട്ടിലുള്ള പ്രതികരണങ്ങൾ നടത്താറുണ്ട്. കേരളത്തിൽ വന്ന് പിണറായിക്ക് വേണ്ടി ചിലപ്പോഴൊക്കെ സംസാരിക്കുമെന്ന് എന്ന ആരോപണം നേരിട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നല്ല നീക്കങ്ങളെ പ്രശംസിക്കാറുണ്ട്. ശരിക്കും പലപ്പോഴും തോന്നുന്നുണ്ട് തരൂരിന് ശത്രു കോൺഗ്രസ് ആണെന്ന്. ശരിയോ? നോക്കൂ, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ബഹുമാന്യനായ ഡോക്ടർ ശശി തരൂർ. അദ്ദേഹത്തിന് ഇപ്പോൾ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ചെയർമാൻ പദവി നൽകിയത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്. കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ 4 തവണ MP ആയി. ആ MP ആയതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ നിൽക്കുന്നത്. UN അദ്ദേഹം സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് മത്സരിക്കുമ്പോൾ ഇൻ്റർനാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിന് പിന്തുണ നൽകി. ആ ഇൻ്റർനാഷണൽ കോൺഗ്രസ് എല്ലാ ഘട്ടത്തിലും ബഹുമാന്യനായ ഡോക്ടർ ശശി തരൂരിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും സംഘടനാ തത്വങ്ങളുണ്ട്, അതിൻ്റെ ഭരണഘടനയുണ്ട്, അതിന് ചില നിയന്ത്രണങ്ങളുണ്ട്, അതിനൊരു അച്ചടക്കമുണ്ട്. നമ്മൾ ഒരു രാജ്യമായാലും ഒരു ദേശമായാലും ഒരു വീടായാലും ഒരു പ്രസ്ഥാനമായാലും അതിൽ വച്ചിട്ടുള്ള, അതിൽ നിശ്ചയിച്ചിട്ടുള്ള ആ അച്ചടക്കത്തിൻ്റെ അതിർവരമ്പ് പാലിക്കുവാൻ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരും അതിൽ അംഗത്വമുള്ളവരും ബാധ്യസ്ഥമല്ലേ? ഇപ്പം നോക്കൂ, ഇപ്പോൾ BJP ആയാലും അതുപോലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവർക്ക് കൃത്യവും വ്യക്തവുമായ ഒരു ചട്ടക്കൂടുണ്ട്. ആ പ്രസ്ഥാനങ്ങൾക്ക് വിധേയമായിട്ടാണ് അതിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ അണികൾ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ആ പ്രസ്ഥാനത്തിന് മുകളിലേക്ക് വളരുന്ന ഒരു പ്രവണത അല്ല കാട്ടേണ്ടത്. മറിച്ച് ആ നേതൃത്വത്തിന് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ട് തങ്ങളുടെ ഔന്നത്യവും തങ്ങളുടെ ആ ഒരു വളരാൻ കഴിയുന്നത്ര വളരുവാനുള്ള അവസരം മുതലെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇവിടെ ബഹുമാന്യനായ ഡോക്ടർ ശശി തരൂർ വിദേശകാര്യത്തിൽ അദ്ദേഹത്തിനുള്ള പ്രാവീണ്യവും അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനവും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും എല്ലാം ഇന്ത്യക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിനും അത് വിട്ടു നൽകുന്നതിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു മടിയുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ എടുത്തിരിക്കുന്ന ഡെലിഗേഷന് സമ്പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. അല്ല, അതിൽ ആണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാന ഭരണകക്ഷിയായ BJP സങ്കുചിതമായ രാഷ്ട്രീയം അവിടെ സ്വീകരിച്ചു. നമ്മൾ എന്തിനാണ് വിദേശത്തേക്ക് നമ്മൾ ഡെലിഗേറ്റ്സിനെ അയക്കുന്നത്? അതായത് ഇന്ത്യക്കു നേരെ ഒരു ഭീകരാക്രമണം നടത്തിയപ്പോൾ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഒറ്റക്കെട്ടായി അതിശക്തമായി അതിനെ എതിർക്കുന്നു എന്ന സന്ദേശം ലോകരാജ്യങ്ങൾക്ക് പകർന്നു നൽകുവാൻ വേണ്ടിയാണ്. അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് പകർന്നു നൽകുന്ന ആ സന്ദേശത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണ്, ഇന്ത്യ ഒന്നാണ് എന്ന സന്ദേശമാണ് നമ്മൾ പകർന്നു നൽകേണ്ടത്. അപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിലെ കക്ഷികളാണ് ഇവിടെ രാജ്യഭരണത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ നേതാക്കളുമായി ഗവൺമെൻറ് ബന്ധപ്പെടുകയും അതിനനുസരിച്ച് അതാത് പാർട്ടികളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിശാലമായ ഒരു രീതിയായിരുന്നു BJP സ്വീകരിക്കേണ്ടിയിരുന്നത്. അല്ലാതെ ഏകപക്ഷീയമായി ഏതെങ്കിലും നേതാക്കളുമായി മുൻകൂർ ഒരു ധാരണ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചരണ പരിപാടിയിലേക്ക് പോവുകയോ ചെയ്യാതെ ജനാധിപത്യ രീതിയിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് മുൻഗണന നൽകി രാജ്യം ഒറ്റക്കെട്ടാണ്, രാജ്യത്തിലെ എല്ലാ പാർട്ടികളും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ് എന്നുള്ള സന്ദേശം ലോകത്തിന് പകർന്നു നൽകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിരുന്നു BJP എടുക്കേണ്ടിയിരുന്നത്. മറിച്ച് ഇവിടെ ഇവിടെ വിവാദം പാർട്ടിയും കേന്ദ്ര സർക്കാരും തമ്മിലാണ്. എനിക്ക് പ്രധാനം രാഷ്ട്രമാണ് എന്ന് തരൂർ പറയുമ്പോൾ അതാരെയാണ് ഉന്നം വെക്കുന്നത്? നോക്കൂ, എനിക്ക് പ്രധാനം രാഷ്ട്രമാണെന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടാണോ ഇത് പറയുന്നത്? 140 വർഷത്തെ ചരിത്രമുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന, ഇന്ത്യക്ക് ഭരണഘടന നേടിത്തന്ന, ഇന്ത്യക്ക് സോഷ്യൽ നമ്മുടെ സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന, ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിനോടാണോ രാഷ്ട്രമാണ്, ദേശീയതയാണ് വളരെ വലുതെന്ന് 14-17 വർഷത്തെ മാത്രം അനുഭവ പരിജ്ഞാനമുള്ള പാർട്ടിയിൽ അനുഭവ പരിജ്ഞാനമുള്ള ഒരു വ്യക്തി ഉപദേശിക്കുകയാണോ? എന്ത് രസമാണ് ഇത് കേൾക്കാൻ. നോക്കൂ, ഇന്ത്യയുടെ ദേശീയതയിലും ഇന്ത്യയുടെ താല്പര്യത്തിലും ഇന്ത്യയുടെ അഖണ്ഡതയിലും ഇന്ത്യക്ക് വേണ്ടിയും ഏറ്റവും കൂടുതൽ
ശബ്ദമുയർത്തുന്ന ഇന്ത്യയിലെ പാർട്ടി ഏതാണ്? ഇന്റർനാഷണൽ കോൺഗ്രസ് അല്ലേ? ആ ഇന്റർനാഷണൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, സാമൂഹ്യ നീതിയിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ